KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. LDF സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ മർക്കസിൽ, നിലപാട് വ്യക്തമാക്കി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കക്കോവ് മഹല്ല് തിരഞ്ഞെടുപ്പ്, വഖഫ് ബോർഡ് ഉത്തരവ് വഖഫ് ട്രിബ്യൂണൽ റദ്ദാക്കി. വഖഫ് ബോർഡ് മുൻഗണന നൽകുന്നത് സുന്നി ദ്രോഹ നടപടികൾക്കെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. VS അച്യുതാനന്ദൻ നുണപ്രചാരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പിണറായി വിജയനോട് 10 ചോദ്യങ്ങളുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ വികാരാധീനനായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് TS താക്കൂർ. ഉമ്മൻചാണ്ടിക്ക് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഉത്തരങ്ങളില്ലെന്ന് VS അച്യുതാനന്ദൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂണിൽ ഖത്തർ സന്ദർശിക്കും. അലിഗഡ് സർവകലാശാലയിൽ സംഘർഷം, ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. LDFന്റെ 1 ഡസനിലധികം സ്ഥാനാർത്ഥികൾ ഇന്നലെ മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചു. കാന്തപുരത്തിന്റെ പിന്തുണ ലഭിക്കുമെന്ന ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. LDF സ്ഥാനാർത്ഥികളായ PP ബഷീർ വേങ്ങര, KP ബീരാൻകുട്ടി കൊണ്ടോട്ടി, നിയാസ് പുളിക്കലകത്ത് തിരൂരങ്ങാടി, PTA റഹീം കുന്നമംഗലം, VKC മുഹമ്മദ് കോയ ബേപ്പൂർ, ജോർജ് M തോമസ് തിരുവമ്പാടി, കാരാട്ട് റസാഖ് കൊടുവള്ളി, പുരുഷൻ കടലുണ്ടി, OK തങ്ങൾ വള്ളിക്കുന്ന്, ശശീന്ദ്രൻ എലത്തൂർ, AP അബ്ദുൽ വഹാബ് തുടങ്ങിയവരാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഇന്നലെ മർക്കസിലെത്തി സന്ദർശിച്ചത്. കാന്തപുരം ഉസ്താദിനെ സന്ദർശിച്ച സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ. എന്റെ വോട്ടറാണ് ഉസ്താദ്, അപ്പോ എനിക്ക് വോട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലക്ക് AP ഉസ്താദിനെ കാണാൻ പറഞ്ഞു, കണ്ടു. അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ടാവണം. വഖഫ് ബോർഡിലേക്ക് മാർച്ച് നടത്തി അധികാരം ഉപയോഗിച്ച് ഒരു വിഭാഗത്തെ അടിച്ചമർത്തുന്നതിനെതിരെയാണ് പറഞ്ഞത്. അതിൽ അങ്ങനെ ഒരു അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തലുണ്ടാകുന്ന സമയത്ത് സഹായിക്കണം, നീതിയുടെ കൂടെ നിൽക്കുന്നില്ല, അല്ലാതെ അതിന്റെ അപ്പുറം വേറെ രാഷ്ട്രീയ പ്രാധാന്യം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ച് ചർച്ച നടത്തി. ഇന്നലെ രാത്രി 10ഓടെയാണ് മന്ത്രി രമേശ് ചെന്നിത്തല മർക്കസിലെത്തിയത്. സന്ദർശനം തീർത്തും സൌഹൃദപരമായിരുന്നെന്നും തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ രാഷ്ട്രീയം ഉൾപ്പെടെ ചർച്ച ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. 20 മിനിറ്റ് നേരം മർക്കസിൽ ചെലവഴിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ പ്രത്യേക കക്ഷികളെ പിന്തുണയ്ക്കില്ലെന്നും ന്യായവും യുക്തിയും സമൂഹനന്മയും നോക്കി തിരഞ്ഞെടുപ്പിനെ സമീപിക്കുമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. തങ്ങളെ സഹായിച്ചവരെ സഹായിക്കും, സുന്നികൾക്കെതിരെ പ്രവർത്തിച്ചവരെ തോൽപ്പിക്കുമെന്നും കാന്തപുരം ഉസ്താദ് കൂട്ടിച്ചേർത്തു. ന്യായവും യുക്തിയും നോക്കി ഈ നാട്ടിന്റെ നന്മയും അവസ്ഥയും നോക്കി അധികാരപ്പെടുത്തുക, അതാണ് ഞങ്ങളുടെ നയം. അല്ലാതെ ഞങ്ങൾക്ക് പുതിയതായി ഒരു പ്രത്യേക കക്ഷിയെ തെരഞ്ഞെടുക്കുക എന്ന ഒരു നയം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. സുന്നത്തിനുമായിട്ടും നമ്മുടെ സംഘടനക്കും നമ്മുടെ പ്രസ്ഥാനത്തിനും ഗുണം വാഗ്ദാനം ചെയ്യുന്ന, ഗുണം ലഭിക്കുന്ന ആളുകളെ നോക്കി തിരഞ്ഞു നോക്കി അവർക്ക് വോട്ട് ചെയ്യുക എന്നാണ് ഞങ്ങളുടെ നയം. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തനിക്കെതിരെ നടത്തുന്ന നുണപ്രചാരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തനിക്കെതിരെ 31 കേസുകൾ സുപ്രീംകോടതിയിലുണ്ടെന്ന VSന്റെ ആരോപണം അവാസ്തവമാണ്. തനിക്കെതിരെ ഒരു കേസ് പോലും ഇല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തന്നെ കൂടാതെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പേരിൽ ആകെ 138 കേസുകളുണ്ടെന്ന് VS പറയുന്നു. ഇത് തികച്ചും തെറ്റാണ്. ഇനിയെങ്കിലും അസത്യപ്രചാരണം VS നിർത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കാണിക്കുന്ന ഇത്തരം അഭ്യാസങ്ങൾ കേരള ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. അധികാരസ്ഥാനത്തിനുവേണ്ടി ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു നിമിഷം കൊണ്ട് വിഴുങ്ങി ആദർശത്തോട് പോലും സന്ധി ചെയ്യുന്ന VSന്റെ തിരഞ്ഞെടുപ്പ് കാലത്തെ നിറമാറ്റം ജനങ്ങൾ തിരിച്ചറിയും. പിണറായി വിജയൻ പങ്കാളിയായ ലാവ്ലിൻ കേസിൽ അങ്ങ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ വായിച്ച് ജനങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണ്. ലാവ്ലിൻ കേസിൽ നിന്നും പിണറായി കുറ്റവിമുക്തനായെന്നും കേസ് ഇല്ലാതായെന്നുമുള്ള CPMന്റെ അഭിപ്രായത്തെ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോഴും വ്യക്തമാക്കി പറയാൻ VS തയ്യാറല്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു.
CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനോട് 10 ചോദ്യങ്ങളുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെയുള്ള VSന്റെ നിലപാടുകളോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ചെന്നിത്തല ചോദിക്കുന്നു. ലാവ്ലിൻ വിഷയത്തിൽ VSന്റെ ഇപ്പോഴത്തെ നിലപാടുകളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? മദ്യനയത്തിൽ VSും യെച്ചൂരിയും താങ്കളുടെ നിലപാടിനോട് പ്രകടിപ്പിച്ച ശക്തമായ എതിർപ്പിനെക്കുറിച്ച് താങ്കൾ എന്തു പറയുന്നു? താൻ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് VS മാധ്യമ അഭിമുഖത്തിൽ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ബാലകൃഷ്ണൻ പിള്ള LDFന്റെ ഭാഗമല്ലെന്ന VSന്റെ നിലപാട് തന്നെയാണോ താങ്കൾക്കും എന്നീ 10 ചോദ്യങ്ങളാണ് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കു നേരെ രൂക്ഷ വിമർശനങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ രംഗത്ത്. ഉമ്മൻചാണ്ടിക്ക് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാനുള്ളൂവെന്നും ഒന്നിനും ഉത്തരങ്ങളില്ലെന്നും VS പരിഹസിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഉഡായിപ്പ് രാഷ്ട്രീയത്തെ തുറന്നുകാട്ടാനുള്ള സുവർണാവസരമായാണ് ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും VS പറഞ്ഞു. ഉമ്മൻചാണ്ടി ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് താനും ഫേസ്ബുക്കിലൂടെ അക്കമിട്ട് മറുപടി നൽകിയിരുന്നു. ആ പോസ്റ്റിൽ പാമോയിൽ അഴിമതി, ചാരക്കേസ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് താൻ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം ഇതുവരെ ലഭിച്ചില്ലെന്ന് VS പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ചോദ്യങ്ങൾക്ക് താൻ മറുപടി നൽകുകയും എന്നാൽ തന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകാതിരിക്കുകയും ചെയ്യുകയാണ്. ഈ ഉഡായിപ്പ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തിന്റെ ആകെ അന്തസത്തയാണ്. അത് തുറന്നുകാട്ടുന്നതിനുള്ള സുവർണാവസരമായി ഈ തിരഞ്ഞെടുപ്പിനെ താൻ കാണുന്നതായും VS പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ വികാരാധീനനായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ. കേസുകൾ കുന്നുകൂടുന്ന സാഹചര്യത്തിൽ ജസ്റ്റിസുമാരുടെ എണ്ണം 21,000-ൽ നിന്നും 40,000 ആയി ഉയർത്തുന്ന കാര്യം പ്രധാനമന്ത്രി സന്നിഹിതനായ മീറ്റിംഗിൽ അവതരിപ്പിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് വികാരാധീനനായത്. എല്ലാ ഭാരവും ജുഡീഷ്യറിയുടെ മുകളിലേക്ക് കയറ്റിവെക്കാൻ ശ്രമിക്കരുത്. കേസുകൾ കെട്ടിക്കിടക്കുന്നതിന് ജുഡീഷ്യറിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ജഡ്ജിമാരുടെ ഒഴിവുകൾ അടിയന്തരമായി നികത്തണം. ജുഡീഷ്യൽ സംവിധാനം ഫലപ്രദമല്ലെങ്കിൽ വിദേശ നിക്ഷേപം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കലെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു രാജ്യങ്ങളിലെ ജഡ്ജിമാരുടെ പ്രവർത്തനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് മുകളിലായിരിക്കും നമ്മുടെ ജഡ്ജിമാർ. ആവശ്യത്തിന് ജഡ്ജിമാർ ഇപ്പോഴും നമുക്കില്ല. ഇന്ത്യൻ ജഡ്ജിമാർ 2600 കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അമേരിക്കൻ ജഡ്ജിമാർ വെറും 81 കേസുകളാണ് തീർപ്പാക്കുന്നത്. നമ്മുടെ കീഴ്ക്കോടതികളിലെ ജഡ്ജിമാർ 2 കോടി കേസുകളാണ് ദിവസവും കൈകാര്യം ചെയ്യുന്നതെന്നും ജഡ്ജിമാരുടെ ഒഴിവ് നികത്തുന്നതിൽ സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നും ഠാക്കൂർ പറഞ്ഞു. But I think nothing really appears to be moving. The central government says, yes, we commit ourselves, but it is the state government's responsibility. The state governments say, no, let the central government provide funds to us. അതേസമയം ഠാക്കൂർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി. ആവശ്യത്തിലധികം നിയമങ്ങൾ നമുക്കുണ്ട്, ഇതിൽ ആവശ്യമില്ലാത്തവയുമുണ്ട്. ഇത്തരത്തിലുള്ളവ നീക്കം ചെയ്യണമെന്നും പ്രധാനമന്ത്രി ചടങ്ങിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 1 ഖത്തർ സന്ദർശിക്കും. ഊർജ്ജ മേഖലയിലെ വിവിധ കരാറുകളും പ്രവാസി സമൂഹവുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് പ്രധാന ലക്ഷ്യങ്ങളെന്ന് ദി ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ദുബായ്, അമേരിക്ക, ചൈന തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ സന്ദർശനവേളയിൽ നടത്തിയതുപോലെ ദോഹയിൽ പ്രമുഖ സ്റ്റേഡിയത്തിൽ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് പോകും വഴിയായിരിക്കും മോദി ഖത്തറിലെത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ 4 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും സന്ദർശനമെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നു. ഖത്തറിനൊപ്പം ഇറാൻ സന്ദർശനത്തിനും മോദി ലക്ഷ്യമിടുന്നുണ്ട്. മെയ് മാസത്തിലാണ് ഇറാൻ സന്ദർശനം. ഖത്തർ ഇന്ത്യ ബന്ധത്തിൽ പ്രധാനമന്ത്രി മുഖ്യ പരിഗണനയാണ് നൽകുന്നതെന്നും അമീറിന്റെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ടെന്നും മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി അംബാസഡർ സഞ്ജീവ് അറോറ അറിയിച്ചു. സന്ദർശന തീയതിയും മറ്റ് വിശദാംശങ്ങളും ഔദ്യോഗിക വക്താക്കൾ പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ സംഘർഷത്തിനിടെ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ഒരാൾക്ക് പരിക്കേറ്റു. 2 വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് സംഭവം. ഇന്നലെ വൈകുന്നേരമാണ് സംഘർഷം ആരംഭിച്ചത്. സർവകലാശാല പ്രോക്ടറുടെ ഓഫീസിനും വാഹനങ്ങൾക്കും വിദ്യാർത്ഥികൾ തീയിട്ടു. സംഭവസ്ഥലത്ത് ഫയർ എഞ്ചിനുകളും കൂടുതൽ പോലീസുമെത്തി സ്ഥിതി ശാന്തമാക്കി. സംഘർഷത്തിന്റെ കാരണം വ്യക്തമല്ല. കോഴിക്കോട് നഗരത്തിലെ ലുലു ഗോൾഡ് ജ്വല്ലറിയിൽ തീപിടുത്തം. ജ്വല്ലറി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ 2ഉം 3ഉം നിലകളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സംഭവം നടക്കുമ്പോൾ കെട്ടിടത്തിൽ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. അഗ്നിബാധയുണ്ടാകാനുള്ള കാരണം വ്യക്തമായിട്ടില്ല. അഗ്നിശമനസേന തീയണക്കാൻ ശ്രമം തുടരുകയാണ്. ആളപായമില്ല. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ
കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം ധീരതയ്ക്കു പേരു കേട്ട ഉമർ ധീരമക്കൾ നാം ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ചുമതലയേറ്റ് ഒരു വർഷം കഴിഞ്ഞ സംസ്ഥാന വഖഫ് ബോർഡ് സുന്നി ദ്രോഹ നടപടികൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ വഖഫ് ബോർഡ് ഡിവിഷണൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡിലെ മതേതര മെമ്പർമാർ നീതിയോടെ പെരുമാറുമെങ്കിലും സമുദായത്തിന്റെ പേരിൽ വഖഫ് ബോർഡ് അംഗങ്ങളായവരാണ് കടുത്ത അവഗണന നടത്തുന്നത്. പേരിന് പോലും ഇല്ലാത്ത സമുദായ സംഘടനകൾക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം നൽകിയപ്പോൾ കേരളത്തിലെ മുസ്ലിംകളുടെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗത്തിൽ നിന്ന് ഒരാളെപ്പോലും പരിഗണിച്ചില്ല. വഖഫ് വിഷയങ്ങളിൽ സുന്നികളുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുകൾ പോലും ഇപ്പോഴത്തെ വഖഫ് ബോർഡ് അനുവദിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് ചെയർമാൻ റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് പലതവണ പരാതി നൽകിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഈ സാഹചര്യത്തിലാണ് തങ്ങൾ പ്രക്ഷോഭത്തിന് നിർബന്ധിതരായിരിക്കുന്നത്. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലും ഇവർ അനീതി കാണിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കരുതെന്നാണ് ചിലർ ഉപദേശിക്കുന്നത്. എന്നാൽ ഏത് സമയത്ത് പ്രക്ഷോഭം നടത്തണമെന്ന് തങ്ങളെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ഉചിതമായ സമയത്താണ് തങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങള് മൊറം പാർട്ടിയിൽ അനീതി നടന്നിട്ടുണ്ട്. നമ്മുടെ മുഷാവറ മെമ്പർ വങ്ങരായ ആലിക്കുഞ്ഞി മുസ്ലിയാരെ താലിയാക്കി ഏകണ്ഠേന തീരുമാനിച്ചിട്ട് ചേകൊടുത്തില്ലേ നിങ്ങള്? ഇത് നീതിയാണോ? ഭരിക്കുന്നവർ നീതിമാന്മാരായിരിക്കണം. പിന്നെ ഒരു വക്കീല് ബാധിക്കുന്ന കേസൊക്കെ ജയിച്ചാൽ അയാളൊരു പാർട്ടിയുടെ വക്കീല, അയാൾ ബാധിക്കുന്ന കേസിനൊക്കെ അനുകൂല വിധി. ഇത് നീതിയാ? ഒരു കാര്യം നിരീക്ഷിക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഖഫ് ബോർഡിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിരീക്ഷിക്കാൻ ഞങ്ങൾ ഒരു കമ്മിറ്റി നിയമിച്ചിട്ടുണ്ട്. അവരെന്താണ് നടക്കുന്നത് എന്ന് ഗവൺമെന്റ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സുന്നി ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. വഖഫ് ബോർഡ് മെമ്പർമാർ ഒന്ന് സയ്യിദ് റഷീദ് അലി തങ്ങൾ, ഇദ്ദേഹത്തോട് പലവട്ടം സയ്യിദന്മാരാണ് ഏറ്റവും കൂടുതൽ നീതി കാണിക്കേണ്ടത്. അവരറിയല്ലേ നമ്മളോട് ബഹുമാനിക്കുന്നത്? തിന്നബിയുടെ കുടുംബമല്ലേ? ഒന്ന്. രണ്ട്, MI ഷാനവാസ്. ഓക്കെ. പിന്നെ മൊത്തത്തിലൊരു പ്രത്യേകത, ഞാൻ MLA MP മാരത് കണ്ടതാണ്. ഞാൻ മെമ്പറായിരുന്നു. മിക്കവാറും MLA മാരും MP മാരും മീറ്റിംഗിൽ പങ്കെടുക്കാറില്ല. ഇവരെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. അല്ലാഹു അലം. നീതിയും ന്യായവും പുതിയ വഖഫ് ബോർഡിന്റെ ഒരു ഇടപെടലിലും ഉണ്ടാകുന്നില്ലെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് കക്കാട് പറഞ്ഞു. ചേളാരി കമ്പനി എഴുതിക്കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പാടെ വഖഫ് ബോർഡ് നടപ്പാക്കുകയാണ്. ഇതിനെതിരായ പ്രക്ഷോഭം ശക്തമാക്കും. ഇതിന്റെ ഭാഗമായി ഈ മാസം 28-ന് മലപ്പുറം മഞ്ചേരിയിലുള്ള വഖഫ് ബോർഡ് ഡിവിഷണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. തുടർന്ന് ഇത് സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കും.
വഖഫ് സംബന്ധമായ വിഷയങ്ങളിൽ കൃത്യതയോടെയും അതീവ സൂക്ഷ്മതയോടെയും തീരുമാനങ്ങൾ എടുക്കേണ്ട വഖഫ് ബോർഡ് തീർത്തും ഏകപക്ഷീയമായാണ് തീർപ്പുകൾ കൽപ്പിക്കുന്നത്. വിവിധ മഹല്ലുകളിലെ വഖഫ് സംബന്ധമായ തർക്കങ്ങളിൽ സത്യത്തിനോ നീതിക്കോ ഒരു വിലയും ഇവർ കൽപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം വാഴയൂർ കക്കോവ് മഹലിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള വഖഫ് ബോർഡ് ഉത്തരവ് വഖഫ് ട്രിബ്യൂണൽ റദ്ദ് ചെയ്തു. മഹല്ല് കമ്മിറ്റിയുടെ വാദം കേൾക്കാതെ ചേളാരി വിഭാഗത്തിന്റെ മാത്രം അഭിപ്രായത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള വഖഫ് ബോർഡിന്റെ ഏകപക്ഷീയ തീരുമാനമാണ് ട്രിബ്യൂണൽ റദ്ദ് ചെയ്തത്. പരാതിക്കാരുടെ അഭിപ്രായം കേട്ട ശേഷം മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂവെന്ന് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ ജഡ്ജ് വിൻസെന്റ് അറിയിച്ചു. രേഖകൾ പരിശോധിച്ച് ന്യായമായ തീരുമാനമെടുക്കാൻ വഖഫ് ബോർഡിന് 3 മാസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ മഹല്ലുമായി ബന്ധപ്പെട്ട രേഖകൾ വഖഫ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കാൻ കക്കോവ് ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടു. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന മഹല്ലിന്റെ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായി ചേളാരി വിഭാഗം നടത്തിയ നീക്കത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് 1 തിരഞ്ഞെടുപ്പ് നടത്താൻ വഖഫ് ബോർഡ് ഉത്തരവിട്ടത്. 2004 എഴുതി തയ്യാറാക്കിയ മഹല്ലിന്റെ ഭരണഘടന പ്രകാരം ഇരുവിഭാഗവും ഒരുമിച്ചായിരിക്കും ഭരണം നടത്തുകയെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് മഹല്ല് ഭാരവാഹികൾ വഖഫ് ബോർഡിനെ അറിയിച്ചെങ്കിലും പരിശോധിക്കാൻ അവർ തയ്യാറായില്ല. അവർ തിരഞ്ഞെടുപ്പ് നടപടികളുമായി മുന്നോട്ടു പോയതിന്റെ അടിസ്ഥാനത്തിലാണ് മഹല്ല് പ്രസിഡന്റ് അലവി മൌലവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ മർക്കസിൽ, നിലപാട് വ്യക്തമാക്കി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കക്കോവ് മഹല്ല് തിരഞ്ഞെടുപ്പ് വഖഫ് ബോർഡ് ഉത്തരവ് വഖഫ് ട്രിബ്യൂണൽ റദ്ദാക്കി. വഖഫ് ബോർഡ് മുൻഗണന നൽകുന്നത് സുന്നി ദ്രോഹ നടപടികൾക്കെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. പിണറായി വിജയനോട് 10 ചോദ്യങ്ങളുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. VS അച്യുതാനന്ദൻ നുണപ്രചാരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ വികാരാധീനനായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് TS താക്കൂർ. ഉമ്മൻചാണ്ടിക്ക് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഉത്തരങ്ങളില്ലെന്ന് VS അച്യുതാനന്ദൻ. അലിഗഡ് സർവകലാശാലയിൽ സംഘർഷം, ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂണിൽ ഖത്തർ സന്ദർശിക്കും. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.